നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. RBIയുടെ റിപ്പോ റിവേഴ്സ് നിരക്കുകളിൽ മാറ്റം വരുത്താത്തത് കാരണം വെള്ളിയാഴ്ച ദിവസം ഫ്ലാറ്റായ രീതിയിൽ വിത്ത് സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. FIs ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഡിസംബർ മാസം 12,000 കോടി രൂപയുടെ ബൈ നടത്തിയിട്ടുള്ളതാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം. കൂടാതെ തന്നെ ഓട്ടോമൊബൈൽ സെക്ടേഴ്സും ഹുണ്ടായി തുടങ്ങി വെച്ച കാറിൻ്റെ വില വർധനവ് പിന്നീടത് മാരുതിയും ടാറ്റ മോട്ടോഴ്സും ഏറ്റവും അവസാനം M&Mഉം ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാ കാറുകളുടെയും വില വർദ്ധിക്കുന്നുണ്ട്. അത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഓട്ടോ സെക്ടറുകളിലെല്ലാം തന്നെ നേട്ടം കൈവരിച്ചു. നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് മിക്സഡായ അവസ്ഥയിലാണ്. യൂറോപ്യൻ മാർക്കറ്റ് മെജോറിറ്റി യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായ ഒരു അവസ്ഥയിലാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. ഈ ഒരാഴ്ചനെ പറ്റി പറയുമ്പോൾ ഈ ഒരു ആഴ്ചയാണ് ഇന്ത്യയുടെയും US-ലെയും പണപ്പെരുപ്പ നിരക്ക് അഥവാ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നത്. വളരെയധികം റെലവൻ്റുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഡേറ്റയാണ് ഇനി നിഫ്റ്റിനെയും ഗ്ലോബൽ മാർക്കറ്റിനെയും US-നെയെല്ലാം തന്നെ മുന്നോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ കൊണ്ടുപോകാൻ ശക്തിയുള്ള പ്രധാന ഈവൻറ്റ്. ആ ഈവൻറ്റുകളെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്ലോബൽ കലണ്ടറിൽ എല്ലാം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ വീണ്ടും 1,00,000 കവിഞ്ഞു. ബ്രൻ്റ് ഓയിൽ 71, ഗോൾഡും $2,636 പെർ ഔൺസ്. ഇന്ത്യ വിക്സ് ഇപ്പോൾ നിൽക്കുന്നത് 14.14 ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. ജപ്പാൻ, ഓസ്ട്രേലിയ, കൊറിയ, ചൈന മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടുള്ള അവസ്ഥയിൽ ട്രേഡിംഗ് ഇപ്പോൾ തുടരുന്നുണ്ട്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ വിപ്രോ ഒരു 3% ഇടിവ് രേഖപ്പെടുത്തി. എന്നാൽ അതിനുശേഷം 1% തിരിച്ചു കയറി. ICICI ബാങ്ക് 2% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. HDFC ബാങ്ക് 0.5% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സ്റ്റോക്കുകളൊക്കെ ഒന്ന് ഫോക്കസിൽ വരുത്തുക. ഇന്ന് പ്രധാനമായിട്ടും കുറച്ച് സ്റ്റോക്കുകളിലും വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ബെൻസാൽ വയർ കമ്പനി ഇവർ സ്പെഷ്യാലിറ്റി വയർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ബയോകോൺ എന്ന് പറയുന്ന ഫാർമ സെക്ടറിലുള്ള കമ്പനി ഇവരുടെ ബാംഗ്ലൂർ യൂണിറ്റിന് US-ലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. വെൽസ്പൻ കോർപ്പ് കമ്പനി സ്റ്റീൽ പൈപ്പ് നിർമ്മാതാക്കളാണ് ഇവർക്ക് US-ൽ നിന്ന് 7,000 കോടി രൂപയുടെ ലാർജ് ഓർഡർ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈസി മൈ ട്രിപ്പ് പ്ലാനേഴ്സ് കമ്പനി ഹോസ്പിറ്റാലിറ്റി ട്രാവൽ രംഗത്തുള്ള കമ്പനിയാണ്. കമ്പനിയെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉള്ളത്, കമ്പനി 49% സ്റ്റേക്ക് P-Ledge എന്ന് പറയുന്ന UAE ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ടൂറിസം നടത്തുന്ന കമ്പനിയുടെ 49% സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. പുൻമാല ഫിൻകോർപ്പ് കമ്പനിയുടെ CTO ചീഫ് ടെക്നോളജി ഓഫീസർ റിസൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. പ്രധാന കമ്പനീസിൻ്റെ വലിയ തലപ്പത്തുള്ള ആളുകൾ റിസൈൻ ചെയ്യുന്നത് ഒരു ക്ഷീണമായിട്ടുള്ളൊരു ന്യൂസായിട്ടാണ് വരാറ്. ഇതിനർത്ഥം കമ്പനി ഇടിയുമെന്നൊന്നും യാതൊരു ഇൻഡിക്കേഷനും ഇല്ല. അതൊരു ക്ഷീണമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് വലിയ കമ്പനികളുടെ വലിയ പൊസിഷനിലുള്ള ആളുകൾ റിസൈൻ ചെയ്യുമ്പോൾ മാർക്കറ്റ് റീഡ് ചെയ്യപ്പെടാറ്. സിയറ്റ് കമ്പനി ടയർ നിർമ്മാതാക്കളാണ്. അവർ ഹൈവേ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് ടയർ ബിസിനസ് ചെയ്യുന്ന കാംസോ ബ്രാൻഡിന് $225 മില്യൺ കൊടുത്ത് അക്വയർ ചെയ്തിട്ടുണ്ട്. യൂനോ മിൻഡോ കമ്പനി ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, പൂനെയിലെ ഇവരുടെ പുതിയ പ്ലാന്റ് ഇവർ തുടങ്ങിയിരുന്നു. ഇതിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചു. സീമക്ക് കമ്പനി ഫുജേറ ഇവർക്കൊരു കേസ് കമ്പനിക്ക് ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ ഒരു കേസ് മാറി ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ്. IT കമ്പനിയായിട്ടുള്ള വിപ്രോ ഇവർ തായ്ലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. തായ്ലൻഡ് ടൂറിസം അതോറിറ്റി വിങ്ങായിട്ടാണ് IT കമ്പനിയായിട്ടുള്ള വിപ്രോ ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തത്. ഗോദ്രേജ് കൺസ്യൂമർ കമ്പനി ഇവർ FMCG ലീഡിങ് കമ്പനിയാണ്. ഇപ്പോഴുള്ള ഇൻഫ്ലേഷൻ വെതർ ഇമ്പാക്റ്റ് കാരണം ഇവരുടെ ഓളിൻ ഗ്രോത്ത് എല്ലാം തന്നെ ഫ്ലാറ്റായിരിക്കുമെന്ന് കമ്പനി അഭിപ്രായപ്പെടാറുണ്ട്. കമ്പനിയുടെ റവന്യൂ ഫോർകാസ്റ്റ് ആണ് അടുത്ത അവരുടെ ഇനിയിപ്പോൾ Q4 റിസൾട്ടൊക്കെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടാം. ഡെൽറ്റ കോർപ്പ് കമ്പനി ഇവർ ഹോസ്പിറ്റാലിറ്റി ഗെയിമിംഗ് കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ ഹോസ്പിറ്റാലിറ്റി റിയൽ എസ്റ്റേറ്റ് വിങ് സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് കമ്പനി ലിസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. ബജാജ് ഹെൽത്ത് കെയർ കമ്പനി ഇവരുടെ പുതിയ വഡോദരയിലുള്ള ഒരു പ്ലാന്റിന്
ഓസ്ട്രേലിയയിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ടി വി എസ് മോട്ടേഴ്സ് കമ്പനി, ടി വി എസ് മോട്ടേഴ്സ് ഇവരുടെ RTX-D4 എന്ന് പറയുന്ന എൻജിൻ പ്ലാറ്റ്ഫോം കമ്പനി സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഒരു എൻജിൻ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അവരിത് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഉള്ള ഒരു ന്യൂസ്. സൺഫാർമ കമ്പനി US ബേസ്ഡ് ആയിട്ടുള്ള NJ ബയോ എന്ന് പറയുന്ന കമ്പനികളിലെ 56% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. JSW എനർജി കമ്പനി NTPCയുടെ ഭാഗത്തുനിന്ന് 400 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള സോളാർ പവർ പ്രൊജക്റ്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ ഓർഗാനിക് ആൻഡ് കെമിക്കൽ കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവിടെ ഒരു കൊച്ചിയിലെ ഇവരുടെ പ്ലാന്റ് 10 ദിവസത്തേക്ക് ഷട്ട് ഡൗൺ ചെയ്യുകയാണ്, മെയിൻ്റനൻസ് കാരണം ഷട്ട് ഡൗൺ ചെയ്യുകയാണ് എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. സമാനമായ രീതിയിലാണ് ഈ ഗോവ കാർബൺ പല സമയങ്ങളിലും ഇവർ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ മാർക്കറ്റ് സ്റ്റോക്ക് ഇടിയും, റെസ്യൂം ചെയ്യുമ്പോൾ സ്റ്റോക്ക് കയറും. അപ്പോൾ അത്തരത്തിൽ വാർത്തകൾ എപ്പോഴും വരാറുള്ളൊരു സ്റ്റോക്കാണ് ഇത്. നമുക്ക് കുറച്ച് ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നോക്കാം. കുറച്ച് ഓപ്പൺ ഇൻട്രസ്റ്റ് അല്ല, ആകെ ഒറ്റ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ. കാരണം നിഫ്റ്റി മാത്രമാണ് വീക്കിലി ട്രേഡ് ചെയ്യുന്നുള്ളൂ. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റി 24,677 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. ആ ഡോട്ടഡ് ലൈൻ കാണാൻ സാധിക്കും. PCR 0.9 ആണ്, അതായത് കൂടുതൽ കോള് ഷോർട്ട് ചെയ്ത അത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കോള് മാർക്കറ്റിൽ കൂടുതൽ ഷോർട്ട് ചെയ്യുമ്പോഴാണ് ഈ PCR 1 താഴെ വരുന്നത്. പുട്ട് മാർക്കറ്റിൽ ഷോർട്ട് ചെയ്യുമ്പോഴാണ് PCR 1 എബോവ് വരുന്നത്. പുട്ട് മാർക്കറ്റിൽ ഷോർട്ട് ചെയ്യുന്നത്, കൂടുതൽ പുട്ട് ഷോർട്ട് ചെയ്യുന്നത് മാർക്കറ്റിൽ ഒരു പോസിറ്റീവായിട്ടുള്ള സെൻറ്റിമെൻസും, കോള് ഷോർട്ട് ചെയ്യുന്നത് മാർക്കറ്റിൽ ഒരു നെഗറ്റീവായിട്ടുള്ള സെൻറ്റിമെൻസും കാണിക്കുന്നു. പക്ഷേ കോള് 0.9 ആണ്, അതുകൊണ്ട് തന്നെ നെഗറ്റീവ് അല്ല, ന്യൂട്രലായ രീതിയിലാണ് റീഡ് ചെയ്യപ്പെടേണ്ടത്. ഡോട്ടഡ് ലൈനാണ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് 24,677. ഇത് ഡെറിവേറ്റീവിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ മാത്രം നോക്കുന്ന ഒരു സംഗതിയാണ്. സ്വിംഗ് ട്രേഡേഴ്സ് ഇത് നോക്കണ്ട എന്നുള്ളൊരു ധാരണയുണ്ട്. സ്വിങ് നിങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സ്റ്റോക്ക് മുകളിലേക്ക് പോകണമെങ്കിൽ നിഫ്റ്റി മുകളിലേക്ക് പോകണം. നിഫ്റ്റി മുകളിലേക്ക് പോകുമോ താഴേക്ക് ഇടിയുമോ എന്നുള്ള ഡേറ്റയാണ് ഇത് കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ട്രേഡ് ചെയ്യുന്ന എല്ലാ ആളുകളും നോക്കേണ്ടതായിട്ടാണ് ഉള്ള കാര്യമാണ്. അതായത് നിഫ്റ്റി താഴേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന 24,677 എന്ന് പറയുന്നത് നമ്മുടെ നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് ആയിട്ട് കണക്കാക്കപ്പെടും. അതായത് നിഫ്റ്റി എവിടെയാണ് ട്രേഡ് ചെയ്യുന്നത് അതിനാണ് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. നിഫ്റ്റി 24,500, 24,200, 24,000 മേജർ സപ്പോർട്ട് സോണുള്ളത്. ഇനിയിപ്പോൾ നിഫ്റ്റി മറികടന്ന് പോകുകയാണെങ്കിൽ 24,800 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഉണ്ട്. 25,000 അടുത്ത റെസിസ്റ്റൻസ് ഉള്ളത്. 25,200, 25,500 അടുത്ത റെസിസ്റ്റൻസ് സോണുകളുള്ളത്. അപ്പോൾ ഇത് ട്രേഡ് ചെയ്യുന്ന ആളുകൾ, അഗ്രസീവായിട്ടൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് ലൈവായിട്ട് തന്നെ സർവോദയൊക്കെ സെൻസിബിൾ എന്നുള്ള പ്ലാറ്റ്ഫോമിൽ ആദ്യത്തെ ഓരോ 5 മിനിറ്റിലും നിഫ്റ്റി ഉണ്ടാക്കുന്ന ആ ഒരു വാല്യൂ കാണിക്കുന്നുണ്ട്. എനിവേ വൈകിട്ട് 7 മണിക്ക് കാണാം. താങ്ക് യു.